കോഴിക്കോട് കുന്നമംഗലം പോലീസിനെതിരായ മർദ്ദന പരാതിയിൽ പരാതിക്കാരന് സ്റ്റേഷനകത്തെ CCTV ദൃശ്യങ്ങൾ നൽകിയില്ല. വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടിട്ടും ദൃശ്യങ്ങൾ നൽകിയില്ല. പകർപ്പ് നൽകാൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ പ്രകാരം മറുപടി നൽകി. മൊഴി കൊടുക്കാനെത്തിയ പരാതിക്കാരനെ മർദ്ദിക്കുകയും കള്ളക്കേസെടുക്കുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട്. VS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ഈ ദൃശ്യങ്ങളൊന്നും പുറത്തുവരാത്ത എത്ര സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു പോവുകയാണ്. ഇപ്പൊ ഏറ്റവും തുടക്കത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരനായ സുജിത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്താണ്? വർഷങ്ങളുടെ പോരാട്ടം ഒരു ദൃശ്യം കിട്ടാൻ വേണ്ടി നടത്തുന്നത്. അടുത്ത കേസിലോ പീച്ചിയിലെ സംഭവത്തിലാണെങ്കിൽ തന്നെയും ദൃശ്യങ്ങൾ ചോദിക്കുമ്പോൾ പല കാരണങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഈ പോക്സോ കേസ് അടക്കമുള്ള പല കേസുകളിലും വരുന്ന ആളുകളൊന്നും ഈ ദൃശ്യത്തിൽ കാണാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഈ ഔസേപ്പച്ചൻ പീച്ചിയിലെ സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്റെ കേസുമായി ബന്ധപ്പെട്ട വിഷ്വൽ മാത്രം നിങ്ങൾ തന്നാ മതി എന്നൊക്കെ പറഞ്ഞാണ് ദൃശ്യങ്ങൾ കൈപ്പറ്റുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ദൃശ്യങ്ങളൊന്നും കൊടുക്കാത്ത ഒരു നടപടി, അത് പലതും ഒളിപ്പിച്ചു വെക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ കേസിൽ അവിടെ പരാതിക്കാരനായിട്ടുള്ളത് ഉബൈദ് എന്ന് പറയുന്ന കുന്നമംഗലത്തെ ഒരു ചെറുപ്പക്കാരനാണ്. ഈ ചെറുപ്പക്കാരനെ സദാചാര പോലീസിന്റെ പേരിൽ കുറച്ചുപേർ മർദ്ദിക്കുന്നു. ആ മർദ്ദിച്ച പരാതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടി എത്തിയ സമയത്ത് ഈ പരാതിക്കാരനെ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും പരാതിക്കാരന്റെ പേരിൽ ഇതേ സമയം, അതായത് സ്റ്റേഷനിൽ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഈ പരാതിക്കാരനെ സംബന്ധിച്ച് താൻ ആ ക്രൈം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടണമെങ്കിലും അതുപോലെ പോലീസ് മർദ്ദിച്ചു എന്ന് ബോധ്യപ്പെടണമെങ്കിലും സ്റ്റേഷനകത്തുള്ള CCTV ദൃശ്യങ്ങൾ ആവശ്യമുണ്ട്. അതായത് പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് താൻ സ്റ്റേഷനകത്തുണ്ട് എന്ന് തെളിയിക്കാനാണ് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത്. ആ CCTV ദൃശ്യങ്ങൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അത് നൽകാനാവില്ല എന്നൊരു മറുപടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോലീസ് സ്റ്റേഷനകത്തുള്ള ഈ മർദ്ദന ദൃശ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ ലഭ്യമല്ല, അല്ലെങ്കിൽ അത് നൽകാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് പോലീസ് പലപ്പോഴും കൊടുക്കുക. അതായത് സ്റ്റേഷനകത്തുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു പോകില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഈ സ്റ്റേഷനകത്ത് വെച്ചുള്ള ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുന്നമംഗലം സ്റ്റേഷനിൽ 2019-20 കാലഘട്ടങ്ങളിലാണ് ഈ ഉബൈദിനെതിരായ പരാതി നടക്കുന്നത്. ഉബൈദിനൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കലിനെതിരെയും കേസെടുക്കുന്നുണ്ട്. ഈ കേസിനാസ്പദമായ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് രണ്ടുപേരും കുന്നമംഗലം സ്റ്റേഷനകത്തുണ്ട്. ആ സംഭവം തെളിയിക്കണമെങ്കിൽ ഈ CCTV ദൃശ്യങ്ങൾ നിർണായകമായതുകൊണ്ടാണ് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ഈ 4 വർഷക്കാലം 2 തവണ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു, അപ്പീൽ കൊടുത്തു. എന്നിട്ടും ആ ദൃശ്യങ്ങൾ കൈമാറാൻ പോലീസ് തയ്യാറായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ ദൃശ്യങ്ങളിൽ ചിലത് വ്യക്തമാകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ ദൃശ്യങ്ങൾ കൊടുക്കാൻ അവർ മടിക്കുകയാണ്. അങ്ങനെ ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് കൊണ്ട് മാത്രം തെളിയിക്കപ്പെടാതെ കിടക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിലെ സംഭവത്തിലൊക്കെ സുജിത്തിന്റെ ആരോപണം കേവലം ആരോപണമായി മാത്രം നിലനിൽക്കുമായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ. അതുപോലെ സമാനമായി പല കേസുകളിലും ഇത്തരം CCTV ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് വർഷങ്ങൾ എടുത്താണെങ്കിലും നിയമപോരാട്ടം നടത്തിയാണെങ്കിലും ഈ ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ പലതും വ്യക്തമാവുന്നു എന്നുള്ളത് ആലോചിക്കുന്നില്ലല്ലോ അല്ലേ VS രഞ്ജിത്ത്? ഈ സേനയ്ക്കകത്ത് തന്നെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യങ്ങളിലൊക്കെ എത്രത്തോളം ശ്രദ്ധ പുലർത്തുന്നു എന്നുള്ളത് കൂടി ചോദ്യമാണ്. ഈ വിഷയത്തിൽ തന്നെ ഒരു പ്രതികരണം വരികയാണ്. ആ പ്രതികരണം കേൾക്കാം. അപ്പോൾ അത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള വീട്ടിൽ പോയിട്ട് ഒരാൾ പീഡിപ്പിച്ച് പറഞ്ഞിട്ടും അതേമാതിരി തന്നെ പോലീസ് സ്റ്റേഷൻ അക്രമിച്ചുകൊണ്ട് പോലീസിൻ്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയിട്ടാണ് കേസ് എടുക്കുന്നത്. 2 കേസ് ഒരേ സമയമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഉള്ളോട് കൊണ്ട് അടിക്കുന്നൊരു ഇതുണ്ട്. ഇതൊക്കെ കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഞാൻ നിരപരാധിയാൻ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? ആ CCTV ക്യാമറ കിട്ടിയാണെങ്കിൽ, അതിൻ്റെ വിഷ്വൽസ് കിട്ടിയാണെങ്കിൽ. കേസിൽ മൊഴിയെടുക്കാൻ നിങ്ങൾ പോയത്? അതായത് എന്നെ ആക്രമിച്ച് പറഞ്ഞുള്ള കേസിലാണ്. അതിൻ്റെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിരുന്നത്. നിങ്ങൾ കൊടുത്തൊരു പരാതിയിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് നിങ്ങളുടെ പേരിൽ അതേ സമയത്ത് മറ്റൊരു ക്രൈം ചെയ്തു എന്നാണ് കേസ്. അതെ. അതായത് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാളെ പോയിട്ട് പീഡിപ്പിച്ച് പറഞ്ഞിട്ടും കേസെടുത്ത് എൻ്റെ അപ്പുറം വന്ന എൻ്റെ സഹായത്തിന് വേണ്ടി വന്ന നൗഷാദ് എന്ന് പറഞ്ഞ സമയപ്രവർത്തനം മൂപ്പർക്കെതിരെ എനിക്കെതിരെ ഞങ്ങൾ 2 ആളും കൂടി അവിടെ കയറി പീഡിപ്പിച്ച് പറഞ്ഞിട്ടും പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേസെടുത്തത്. അപ്പോൾ അതിൻ്റെ വിവരാവകാശ പ്രകാരം 2 പ്രാവശ്യങ്ങൾ ചോദിച്ചു. ഒരു പ്രാവശ്യം റിപ്പോർട്ട് തന്നു തരൂലാന്ന് തീർത്തും പറഞ്ഞു, CCTV തരാൻ സൗകര്യമില്ലാന്ന്. രണ്ടാമത്തെ
ഇതാണ് പോലീസ് മുറ അനുഭവിച്ച എത്ര പേർ ഇങ്ങനെ ഒരു തെളിവ് പോലും കയ്യിലില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഇവരെ മർദ്ദിച്ചുന്ന പോലീസ് സ്റ്റേഷനകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രമാണല്ലോ അതൊരു വലിയ തെളിവായി മാറുക, ഒരു ആരോപണമായി ഉന്നയിക്കാൻ കഴിയുക. ഒരു പ്രതികരണം കൂടി കേൾക്കൂ. അപ്പം നിങ്ങളുടെ പേരിൽ എടുത്തത് കള്ളക്കേസാണെന്ന് തെളിയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ആ CCTV വേണമല്ലോ. എന്തായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം? പോലീസ് ഒരു സദാചാര ഗുണ്ടകൾ ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 ദിവസത്തോളം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടും പോലീസ് അവിടെ ചെന്ന് മൊഴിയെടുക്കുകയോ കേസെടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അയാൾക്കൊരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ പോകുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ ചെന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന അസ്ലം, പിന്നെ അതേപോലെ തന്നെ SI ശ്രീജിത്ത്, SI മുഹമ്മദ് അലി, പിന്നെ ബാബു പുതുശ്ശേരി എന്നീ ആളുകൾ എന്നെ അടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയത്. ഒരു 10-20ഓളം പോലീസുകാർ കൂട്ടം കൂടി വന്നിട്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടയ്ക്ക് ഉബൈദിനെ അവരാരോ പിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഉബൈദിനെ കുറച്ച് സമയം കാണുന്നുമില്ല, ഞാൻ ഈ കൂട്ടത്തിനിടെ കാണുന്നില്ല. അപ്പോൾ അതേ സമയത്താണ് ഞാൻ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ കേസും 3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു കേസ് കൂടി ഇവർ FIR ഇടുന്നത്. ഈ കുറച്ച് മിനിറ്റുകൾ വ്യത്യാസമേ അതിനുള്ളൂ. അപ്പോൾ ആ ഒരു CCTV ദൃശ്യങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ ഇത് രണ്ടിലും നിരപരാധിയാണ് എന്നും ഈ ഉബൈദ് ഇതാണ് ആക്രമണം അനുഭവിച്ചാൽ മാത്രം പോരാ, അതിനൊരു തെളിവിനായി CCTV ദൃശ്യങ്ങൾക്കായി പലരും കാത്തിരിക്കുന്നത് വർഷങ്ങളാണ്.